നമ്മളിപ്പോൾ പണ്ടത്തെ നമ്മുടെ ജുറാസിക് പാർക്ക് നമ്മൾ കണ്ട അതിലൊരു നമുക്ക് VFX ചെയ്തൊരു സംഭവം തോന്നൂല. അത്രയും നീറ്റായിട്ട് അവർ ചെയ്യുന്നത്. അതിലൊക്കെ നമ്മുടെ മലയാളീസും കുറേ പേരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് മൂവീസിൽ കുറേ ഇപ്പോൾ നോക്കിയാലും അതിനകത്തെല്ലാം നമ്മൾ ക്രെഡിറ്റ്സ് നോക്കുമ്പോൾ മലയാളികളുടെ പേര് കാണാം നമുക്ക്. പക്ഷേ എന്തുകൊണ്ട് നമ്മളൊരു മലയാളം മൂവി കാണുമ്പോൾ VFX ഒക്കെ മോശമായിട്ടിരിക്കുന്നു എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അപ്പോൾ ആസ് എ VFX ആർട്ടിസ്റ്റ് അതിനെപ്പറ്റി എന്താണ് ബ്രോയ്ക്ക് പറയാനുള്ളത്? ഇതിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ടെർമിനേറ്റർ 2 ജഡ്ജ്മെൻ്റ് ഡേ ഇതിനകത്ത് നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അന്നത്തൊക്കെ CG ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് CGയെ കുറിച്ച് ചിന്തിക്കാത്ത കാലത്തൊക്കെ ആയിരിക്കും പണ്ട് കാലത്ത് വന്നൊരു സിനിമയാണ്. അതിനകത്തൊക്കെ എന്താ വാക്ക് കറക്റ്റ് ആനിമേട്രിക്സോ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഈ റോബോട്ട്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് വില്ലനെ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ജുറാസിക് പാർക്കിലെ ദിനോസറുകളെ റോബോട്ട് എടാ വാക്ക് കറക്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താ ആനിമാട്രിക്സ് എന്നാണ് ആ വാക്ക്. അങ്ങനത്തെ ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ആനിമേഷൻ ഇലക്ട്രോണിക്സ് അത് മിക്സ് ചെയ്തിട്ടുള്ള വാക്കാണ്. ഇപ്പം കിട്ടിയില്ല, ഇത് കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യും. അന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് പണ്ട് ദിനോസേഴ്സിനെയൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക്കായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഷോട്ടുകൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അന്നത്തെ CG നമുക്ക് കല്ല് കടിക്കുന്നുണ്ട്. ചില ലോങ് ഷോട്ടിലൊക്കെ പഴയ ദിനോസേഴ്സിനെ നോക്കി ലൈറ്റ് മാച്ച് ആവാത്ത പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ ബഡ്ജറ്റ് ഈ പറയുന്ന ജുറാസിക് പാർക്ക് നമ്മുടെ സ്പിൽബർഗ് ആണ് അതിൻ്റെ ഡയറക്ടർ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിനാണ് തോന്നുന്നത്. കോടികളാണ് മോനെ. ആ കോടികൾ മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ പോയി വർക്ക് ചെയ്യണം. അത്രയും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് കത്തനാട് എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം വരാൻ പോവാം. അതിനകത്താണ് നമ്മളിപ്പം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതിനകത്ത് പോൾ വാക്കർ അല്ലേ പുള്ളിയെ റീക്രിയേറ്റ് ചെയ്തു. മരിച്ചു പോയ ഒരാളെ കൊണ്ടുവന്നു. അതിന് നമ്മളൊരു ടെക്നോളജി കേട്ടു. പുള്ളിയുടെ അനിയനെ പിടിച്ചിരുത്തിയിട്ട് 360 ക്യാമറ സെറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ ടെക്സ്റ്റ് അടിച്ചിട്ട് 3Dയിൽ ഈ ഒരു പോൾ വാക്കർ ഉണ്ടാക്കി എന്നുള്ള രീതി. ഈ ടെക്നോളജി ഇപ്പോൾ കത്തനാരിൽ യൂസ് ചെയ്യണം. അതിനനുസരിച്ചുള്ളൊരു ബഡ്ജറ്റ് ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ വന്നു തുടങ്ങി. അതുകൊണ്ട് കത്തനാരുടെ ട്രെയിലറൊക്കെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റ് നമ്മുടെ അടുത്ത് വേണ്ടേ? ആ ടെക്നോളജിക്കൊക്കെ എന്തോരം കാശാവും, അതൊക്കെ കൊണ്ടുവരണ്ടേ? അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ ഒന്നുമില്ല. മലയാളീസ് വർക്ക് ചെയ്തിട്ടുള്ള നമ്മൾ ഇപ്പോഴത്തെ പടങ്ങളല്ല. വലിയ മഡഗാസ്കർ എന്ന് പറഞ്ഞ സിനിമ ആനിമേഷൻ പടം. ഇതിലൊക്കെ മലയാളികൾ ചെയ്ത കുറച്ച് പോർഷൻസ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ ചെയ്തത് ഏതാ മലയാളി ചെയ്തത് തിരിച്ചറിയാത്ത രീതിയിലുള്ള ക്വാളിറ്റിനാണ് ഇവിടുന്ന് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നത്. അമ്മാര് ടെക്നോളജി അമ്മാര് കാശ് കൊണ്ടുവന്നുണ്ടെങ്കിൽ നമുക്കും ചെയ്യാം. ഇവിടെ 5000 രൂപ നമുക്ക് മാക്സിമം പിടിച്ചൊരു 5000 അങ്ങോട്ട് തരും. അതിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം ജസ്റ്റ് ഒരു DSLR പോയിട്ട് ഒരു ഏരിയ ഷൂട്ട് ചെയ്തിട്ട് അവിടെ ദിനോസറിനെ കൊണ്ട് വെക്കുന്നതും അമ്മാരി ലൈറ്റിങ്ങിൽ ഇവർ കറക്റ്റ് ആ ഒരു ക്രൗഡിൽ ഇവരുടെ ലുക്ക് വരെ ഈ ലുക്ക് കിട്ടാൻ വേണ്ടി ഇപ്പം ഹൾക്കിനെ എടുക്കാം നമുക്ക് അവഞ്ചേഴ്സിലെ ഫിലിമേൽ. അപ്പോൾ ഹൾക്കിൻ്റെ ഒരു ഡമ്മി അവർ ആ ഹൈറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലയാള സിനിമയിലോ അല്ലെങ്കിൽ തമിഴ് സിനിമയിലൊക്കെ ഒരു കുറച്ച് കാലം ഇവിടെ നോക്കാൻ പറയും. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾ ഇങ്ങനെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനൊരു മാച്ച് കറക്റ്റായിട്ട് സാധനം കൊടുക്കണ്ടേ? ആർട്ടിസ്റ്റുകൾക്ക് കറക്റ്റ് കംഫർട്ടായിട്ട്. ഇപ്പോൾ ഹൾക്കിനെയൊക്കെ ഒരു പ്രതിനിധികൾ അതിൻ്റെ ബിഹൈൻഡ് സീൻ നോക്കി കഴിഞ്ഞാൽ താനോസിനെയൊക്കെ ഒരു ഡമ്മി പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ലുക്ക് കിട്ടുന്ന ആ താനോസിനെ ആ ഒരു ഡമ്മി നമ്മൾ ആദ്യം അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു 5 പേര് അവിടെ റോട്ടോയ്ക്ക് വർക്ക് ചെയ്യണം. ആ 5 പേര് നമുക്കില്ല. ആ 5 പേര് നമ്മൾ തന്നെയാണ്. റോട്ടോ ചെയ്യുന്ന ആൾ നമ്മളാണ്, അവിടെ CG കയറ്റുന്ന നമ്മളാണ്, ആ ക്യാരക്ടർ റിഗ് ചെയ്യുന്നത് നമ്മളാണ്, ആനിമേഷൻ ചെയ്യുന്നത് നമ്മളാണ്, ആ ലൈറ്റ് സെറ്റ് ചെയ്യണതൊക്കെ ഒരാളാണെങ്കിൽ മടുക്കൂലേ? നമ്മുടെ ശമ്പളം 5000 ആണ്. ടൈറ്റാനിക് വേണം, പക്ഷെ ദാരിദ്ര്യം പ്രൊഡക്ഷൻ ആയിരിക്കും. അതെ, ഇതാണ് പണ്ടത്തെ ടൈറ്റാനിക്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടൈറ്റാനിക്കിലെ ആ ഒരു മിനിയേച്ചർ, അപ്പം നേരത്തെ പറഞ്ഞ അനിമാട്രിക്സ് അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ടൈറ്റാനിക് ഒരു ഡമ്മി സാധനം നമ്മൾ പഴയ ബിഹൈൻഡ് സീൻ കണ്ടിട്ടില്ലേ? ചെറിയൊരു കപ്പൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിനിയേച്ചർ. അത് ചില്ലറ മിനിയേച്ചർ അല്ല. ആ മിനിയേച്ചർ ഉണ്ടാക്കണമെങ്കിൽ എത്ര പൈസ ആയിട്ടുണ്ടാവും ആലോചിച്ച് നോക്കി. ആ പൈസ മുടക്കാൻ നമ്മുടെ അടുത്തുണ്ടോ? അപ്പോൾ എന്നിട്ട് ബിസ്ക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഒരു പൊട്ടികളെ പൊട്ടിച്ചിട്ടുള്ളത് അല്ലേ? അതിൽ ആ രീതിയിലുള്ള ക്യാമറ ആംഗിളൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ശരിക്കും ടൈറ്റാനിക് പൊട്ടുന്ന ഫീല്. നമ്മളിവിടെ തെർമോക്കോൾ അല്ലാണ്ട് നമ്മൾ വേറൊരു ഓപ്ഷൻ ചിന്തിക്കൂല. ഇതാണ് പ്രശ്നം. ബഡ്ജറ്റ് വലിയൊരു ഘടകം തന്നെ. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത്ര പെർഫെക്ഷനായിട്ട് നമുക്ക് ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും ലൈറ്റ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം പ്രൊഡക്ഷനിൽ ക്ലിയർ ആയി കഴിഞ്ഞാൽ മാത്രമേ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൊത്തത്തിൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടില്ലേ? ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഒന്നുമില്ല, കുറച്ച് ഹോളിവുഡിലൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആടുജീവിതം പോലുള്ള സിനിമകൾ മൊത്തത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഇല്ലേ? തുമ്പാട് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഹിന്ദി നല്ല രസമുള്ള മൂവിയാണ് അല്ലേ? ഇപ്പൊ റീ റിലീസ് ആയിരുന്നല്ലോ പടം. റിലീസ് ആയിട്ടുണ്ട്. കണ്ടായിരുന്നു? അത് കണ്ടു. റീ റിലീസ് കണ്ടില്ല, ഒറിജിനൽ സാധനം കണ്ടു. അതിനകത്തെല്ലാം ഈ സ്പെഷ്യൽ എഫക്ട്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
സ്പെഷ്യൽ എഫക്ട്സ് ഇൻ ദ സെൻസ് കൂടുതലും ഇതുപോലത്തെ ഡമ്മീസും സംഭവം വെച്ചിട്ട് നമുക്ക് ഒരു രീതിയിലും ആ VFXന്റെ ഒരു കടി തോന്നൂല, ഫീൽ ചെയ്യില്ല. നല്ല രസം അത് കാണാൻ, നല്ല ഒറിജിനാലിറ്റിയും ആ ഒരു ചില കുറേ മിസ്സായി കാണാം. നല്ല മൂവി അത്. അപ്പോൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെ CG ചെയ്തതാണോ അതോ റിയൽ ആയിട്ട് അവർ റിയലായിട്ട് ചെയ്തിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാം? അത് ഭയങ്കര ഗുണമുള്ള കാര്യമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്? ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ തന്നെ ചില സാധനങ്ങളൊക്കെ മിനിയേച്ചർ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ ലൈറ്റ് ശ്രദ്ധിച്ചപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ചിലർക്ക് അടിക്കും. അത് ഈ CG കുറിച്ച് ഒരു ധാരണയില്ലാത്ത ആൾക്കാർ 2 ലൈറ്റിങ്ങിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുക. മെയിനായിട്ട് നമുക്ക് ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ആൾക്കാർ സ്വയമേ പഠിച്ച് സ്വയമേ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇപ്പോൾ VFX ഷൂട്ട് വേണമെന്നൊരിടത്ത് ഒരു VFX സൂപ്പർവൈസർ എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ തീർച്ചയായും അതെന്തായാലും അവിടെ നമ്മൾ കോസ്റ്റ് കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റിൽ വരുന്ന കോസ്റ്റ് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയും. ഇപ്പം അങ്ങനെ ഒരാൾ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ബാഹുബലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്കൂട്ടിൽ വലിയ സിനിമയാണ്, പക്ഷേ ആ ബാഹുബലിയിൽ CG പാളിപ്പോയിട്ടുള്ള ഒരുപാട് ഷോട്ടുകളുണ്ട്. നമുക്ക് ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇത്രയും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 5 പേര് ഇരുത്തി ചെയ്യേണ്ട കാര്യമായിരിക്കില്ല, അതിൽ ചിലപ്പോൾ ഒരു 50 പേര് ഇരുത്തി ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും. നമ്മുടെ അടുത്ത് 5 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുക. പക്ഷേ അതേപോലെ ഒരു ഹോളിവുഡിൽ അങ്ങനെ കോംപ്രമൈസിൻ്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ല. അത് ജുറാസിക് പാർക്കല്ല, അതിന് മുമ്പ് തൊട്ടേ അങ്ങനെ കോംപ്രമൈസ് അവിടെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആ ഒരു രീതിയിലുള്ള ബഡ്ജറ്റ് ഉണ്ട്. ഇവിടെ ആ കോംപ്രമൈസാണ് നമ്മുടെ ഔട്ട്പുട്ടിൽ കാണുന്നത്.